കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ കം കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി MLA ഫണ്ടിൽ നിന്നും 1,50,20,000 രൂപ വിനിയോഗിക്കാൻ പ്രത്യേക അനുമതി നൽകി സർക്കാർ ഉത്തരവായതായി ആന്റണി ജോൺ MLA അറിയിച്ചു. മുൻപ് ഡയാലിസിസ് സെന്ററിനും കാഷ്വാലിറ്റി ബ്ലോക്കിനുമായി 2 കോടി രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ച് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയത്തിന്റെ 3 നിലകളിലുള്ള നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയിൽ ഡയാലിസിസ് സെന്ററിലേക്ക് ആവശ്യമായ അനുബന്ധ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും ലിഫ്റ്റ്, ജനറേറ്റർ, എയർ കണ്ടീഷണർ, UPS എന്നിവ സ്ഥാപിക്കുന്നതിനും അധിക ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തികൾ, മറ്റ് അനുബന്ധ സിവിൽ വർക്കുകൾ എന്നിവ പൂർത്തീകരിക്കുവാൻ അവശേഷിച്ചിരുന്നു. ഇത് പൂർത്തിയാക്കുന്നതിനായി MLA ഫണ്ടിൽ നിന്നും 1,50,20,000 രൂപ അനുവദിച്ചിരുന്നെങ്കിലും MLA ഫണ്ട് വിനിയോഗത്തിലെ മാനദണ്ഡം മൂലം പ്രവൃത്തി നിർവഹിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് MLA ഫണ്ട് വിനിയോഗിച്ച് പ്രസ്തുത പ്രവൃത്തി നിർവഹിക്കാൻ പ്രത്യേക അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA ധനകാര്യ വകുപ്പിന് കത്ത് നൽകിയത്. ഈ അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോൾ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കൂടി പൂർത്തീകരിക്കുന്നതിന് പ്രത്യേക അനുമതി നൽകി സർക്കാർ ഉത്തരവായിട്ടുള്ളതെന്നും ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. ആശുപത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളും ഓക്സിജൻ പ്ലാന്റ് അങ്ങനെ നിരവധിയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 12 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ആ പ്രവൃത്തി ഏതാണ്ട് 80% ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങൾ. ഈ ആശുപത്രിയുടെ ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ചുറ്റുമതിലിൻ്റെ നിർമ്മാണം, അതോടൊപ്പം തന്നെ ഇവിടെ ഇന്റർലോക്ക് വിരിക്കുന്ന പ്രവൃത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.